ശ്രീമതി മേരി ജോർജ് ഇവിടെ ടീച്ചറിന് പെൻഷൻ കിട്ടിയോ? എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. ഇവിടെ ഇപ്പൊ ശ്രീ അനിൽകുമാർ പറയുന്ന വാദഗതികളുടെ വിശ്വാസയോഗ്യത എത്രത്തോളമാണ്? ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാദം. മിസ്റ്റർ വേണു, ഇതുവരെ എന്റെ പെൻഷൻ കിട്ടിയിട്ടില്ല. പറയാൻ പറ്റൂ, എനിക്കിങ്ങനെ അറിയുള്ളൂ. ഞാൻ തീർച്ചയായും ആകുല ചിത്തയാണ്. എന്നാണ് എൻ്റെ പെൻഷൻ കിട്ടുക എന്ന് യാതൊരു അറിവുമില്ല. ഘട്ടം ഘട്ടമായി കിട്ടുമെന്ന് പറയുന്നു. കയ്യിൽ കിട്ടിയാലല്ലേ കിട്ടിയെന്ന് പറയാനൊക്കൂ. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. ഗവേണൻസിന്റെ എഫിഷ്യൻസി 100% മാറ്റുമെന്ന് പ്രോമിസ് ചെയ്തുകൊണ്ട് ഭരണത്തിൽ വന്ന മുഖ്യമന്ത്രി അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു? കേരളീയം നവകേരള സദസ് മുഖാമുഖം ഇങ്ങനെയുള്ള മിമിക്രികളുമായിട്ട് ദേശാടന പക്ഷിയെ പോലെ പറന്നു നടക്കുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഇന്നത്തെ ഈ 2024-25 ബജറ്റ് ഡോക്യുമെന്റ് എടുക്കുക, ബജറ്റ് ഇൻ ബ്രീഫ് എന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ഡോക്യുമെന്റ് എടുക്കുക. അതിൻ്റെ A39 എന്നൊരു ടേബിൾ ഉണ്ട്, A39 ടേബിൾ. അത് നോക്കുക. 19,975 കോടി രൂപയാണ് നികുതി കുടിശ്ശിക പിരിച്ചെടുക്കാനുള്ളത്. ഇതൊക്കെ ഏത് കാലം പിരിച്ചെടുക്കാനാണ് നികുതി കുടിശ്ശിക പിരിച്ചെടുക്കാനുള്ളത് എന്ന് പറയുമ്പോൾ അതിൽ 14,000 കോടിയിലധികം ഒരു തടസ്സവുമില്ല. എങ്ങനെ വേണമെങ്കിലും പിരിച്ചെടുക്കാവുന്നതാണ്. തീർച്ചയായിട്ടും വേണ്ടിയിരുന്നു. ഇപ്പൊ ഈ 13,600 ഇതാണ് ഇപ്പോൾ ഉള്ള കുഴപ്പം. ഒരു കാര്യം പറയാൻ സമ്മതിക്കില്ല. അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. പറ്റി വേണ്ട, ഞാൻ പറയാം. അതായത് ഇവനെന്താ ഇങ്ങനെ? അത് നടക്കൂല. ആകുല ചിത്തയായിരിക്കുന്നു എന്നൊരു വ്യക്തി താങ്കളുടെ മുന്നിലിരുന്ന് പറയുന്നുവെങ്കിൽ അത് കേൾക്കാനുള്ള വിശാല മനസ്സുണ്ടാകണം. ധനമന്ത്രിയെ പോലെ ആകരുത്. നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യം. അത് വേണ്ട. അല്ല, ഒരു സെക്കൻഡ് അല്ലല്ല, ശരി ടീച്ചറെ ഒന്ന് സഹകരിക്കുക. ആകുല ചിത്തയായി ഞാൻ ഇരിക്കുന്നു എന്ന് പറയുന്നതും മനസ്സിലാകാത്ത ഒരു മനസ്സിന്റെ ഉടമയാണ് അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നെങ്കിൽ പ്രകടിപ്പിക്കട്ടെ. ഇത് വെറും തുടക്കമാണ്, ബാക്കി നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ. ആകുലചിത്തയോട് പറയുകയാണ് കേട്ടോ. ഈ ആകുലചിത്ത കേരളത്തിൽ മാത്രമേ ജീവിക്കുന്നുള്ളൂ. ആകുലചിത്ത ഇന്ത്യ രാജ്യത്തെ ഒരു സംസ്ഥാനം മാത്രമേ കേരളം എന്ന് ഈ ആകുലചിത്തയ്ക്ക് അറിയാവോ? നിങ്ങൾ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന കാശാണ് ഈ 1,00,000 കോടി രൂപ. എന്താ ദുർഭരണം? പിന്നെന്താണ്? കഴിവില്ലായ്മ കൊണ്ടാണോ ദേശീയപാത വന്നത്? കഴിവില്ലാത്ത സർക്കാർ ആയതുകൊണ്ടാണോ സ്കൂളെല്ലാം നന്നായത്? റോക്കറ്റ് വല്ലൊക്കെ പോകണ്ടോ? എന്തോത്തിനാ ഇതിനൊക്കെ അതിക്കേറ്റി വിടറ. ഇതിനൊന്നും ഭൂമിക്കാൻ പറ്റില്ല. കഴിവില്ലായ്മ കൊണ്ടാണോ ദേശീയപാത വന്നത് നന്നായത്? കഴിവില്ലായ്മ കൊണ്ടാണോ ദേശീയപാത വന്നത്? ഇതിനൊക്കെ 2 പോത്തിനെ മേടിച്ചിട്ട് പാടത്ത് പൂട്ടാൻ പൊക്കൂട മലമങ്കി. കണക്കുണ്ടല്ലോ, 1 രൂപ കേന്ദ്രത്തിലേക്ക് പോകുമ്പോ 42 പൈസയെ കേരളത്തിനുള്ളൂ, 75 പൈസ UP അടിച്ചുകൊണ്ട് പോകുന്നു എന്നൊക്കെ. ഇവിടെ ഇർഷാദ് പറയുകയാണ് 100 പേർ സെക്രട്ടേറിയറ്റിലുണ്ടെങ്കിൽ 40 പേർക്കേ കിട്ടിയിട്ടുള്ളൂ സാർ. പോത്തിനോട് വേദോദാണ്, വെറുതെ സമയം കളയണ്ട. അയ്യോ, ഒരു മിമിക്രിക്കാരിയെ രക്ഷിക്കാൻ വേണ്ടി വേണു ഇത്രയും കഷ്ടപ്പെടരുത് കേട്ടോ. ഞാൻ ആ മിമിക്രിക്കാരി പറഞ്ഞത് എന്താണ്? കേരളീയ മിമിക്രിയാണ്. പിന്നല്ലാതെ പിന്നെ മിമിക്രിക്കാർ പറയുന്നത് ഈ കേരളത്തിൽ ഒരു പ്രൊഫസറെ കുറിച്ച് തന്റെ പാർട്ടിയുടെയും കഴിവില്ലായ്മ കൊണ്ട് ഒരു പ്രൊഫസർ കാര്യം പറയുമ്പോൾ അതിനെയൊക്കെ ആക്ഷേപിക്കാൻ ഞാൻ പറയട്ടെ സാർ, നിങ്ങൾ വിഷമിക്കാതെ. എവിടുത്തെ ഞാൻ നിങ്ങളോടല്ലോ പറഞ്ഞത്. ഒരു പ്രൊഫസർ, ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ലേഡി ഒരു ചർച്ചയിൽ വന്നിരുന്ന് ഈ സംസ്ഥാനത്തെ കുറിച്ച് പറയുമ്പോൾ സംസ്ഥാനത്തിന് ടീച്ചർ നല്ല മറുപടി പറയും അതിന്. ജ്യോതി ടീച്ചർ നല്ല മറുപടി കൊടുത്തോളും അതിന്. മച്ചു മാട വേണ്ട ഏട്ടാ, തടി കേടാവും. വായി തോന്നിയതല്ല പറയുന്നത്. മര്യാദയ്ക്ക് കാര്യങ്ങൾ പഠിക്കുക. ഞാൻ അങ്ങോട്ട് പഠിച്ചിട്ട് പറയുക. ഞാൻ പറയാം. അയ്യോ, ഞാൻ പറയാം.
അല്ല, എനിക്ക് പറയാനുള്ള മറുപടി ഞാൻ അങ്ങയുടെ പറയട്ടെ. പാദസ്പർശമേറ്റ ഈ പുണ്യഭൂമി എന്നൊക്കെ പറയുന്നത് മിമിക്രി അല്ലേ? ഞങ്ങൾ പറയട്ടെ. അല്ലേ? അങ്ങയുടെ പാദസ്പർശമേറ്റ പറയട്ടെ, ഈ പുണ്യഭൂമി എന്നൊക്കെ പറയുന്നത് മിമിക്രി അല്ലെങ്കിൽ പിന്നെ എന്താണ് മിസ്റ്റർ? കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ലക്ഷക്കണക്കിന് മനുഷ്യർ പങ്കെടുത്തൊരു അതാണ് ലക്ഷക്കണക്കിന് മനുഷ്യർ പങ്കെടുത്തൊരു പരിപാടി. നിനക്കിതൊക്കെ എവിടുന്ന് കിട്ടി? അവരൊക്കെ മനുഷ്യരാണ്. അവരുടെയൊക്കെ പ്രശ്നങ്ങൾ ഞാനൊന്ന് പറയട്ടെ മാഡം. 7 മാസമായിട്ട് മാഡം, ഞാനൊന്ന് പറയട്ടെ മാഡം. 7 മാസമായിട്ട് അവർക്ക് വായിലിടാനുള്ള അരിയില്ല. ഇയാൾ പറയണത് ആർക്ക് കേൾക്കണം? ഈ മണ്ടത്തരം വിളിച്ചു പറയണൊക്കെ ആര് കേൾക്കാനിരിക്കുന്നു? ആളുടെയൊക്കെ തലക്കകത്ത് ചേറാണോ എന്ന് ചോദിക്കാൻ പറയണത് ആർക്ക് കേൾക്കണം? ഈ മണ്ടത്തരം വിളിച്ചു പറയണൊക്കെ ആര് കേൾക്കാനിരിക്കുന്നു? അതവന് വേണമായിരുന്നു, ചോദിച്ചു വാങ്ങിച്ചത്. ഇന്നിനി വയ്യ, നാളെ വന്നും ബാക്കി വാങ്ങിച്ചോളാം.